Now Elijah from Gilead the Tishbite, അവൻ എഴുന്നേൽക്കുകയാണ്. ഒരു ശബ്ദം കാലഘട്ടത്തിൽ, തന്റെ കാലഘട്ടത്തിൽ, തന്റെ തലമുറയിൽ ഒരു ശബ്ദമായി ദൈവത്തിന്റെ ഒരു ശബ്ദം, ഒരു വെളിച്ചം എഴുന്നേൽക്കുകയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഈ ആണ്ടുകളിൽ വേഗയില്ല. What a dominion! Hallelujah! അന്ധകാരത്തിന്റെ 450 പ്രവാചകന്മാർ, 850 ശക്തമായ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ നിൽക്കുകയാണ്. അതിന് മധ്യത്തിൽ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ഏലിയാവിന്റെ ആത്മാവ്, the spirit of boldness, the spirit who takes up challenge, the spirit who likes to fight, the spirit who comes against everything that's oppressing God. Hallelujah. ദൈവത്തിന് വിരോധമായ, ദൈവത്തിന്റെ സിസ്റ്റത്തിന് വിരോധമായ, ദൈവത്തിന്റെ ആധിപത്യത്തിന് വിരോധമായി എഴുന്നേറ്റ് പോരാടുന്ന ഒരു ആത്മാവാണ് ഏലിയാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ വന്ന് സ്തോത്രം, ഹല്ലേലൂയ. No. If you want to take dominion, നിങ്ങൾക്ക് ആധിപത്യം നേടണമെങ്കിൽ you have to rise like a king, you have to rise like a warrior, you have to rise like a champion. It's not the time for being humble. താഴ്മ ധരിക്കേണ്ടത് നാം താഴ്മ ധരിക്കണം. താഴ്മയുടെ ഹൃദയവും ആത്മാവും യേശു ആൾക്കാരുടെ കാലുകൾ കഴുകി. That's the spirit of humility. But when it comes to war, you don't win war by humility. You win war by confrontation. Hallelujah. Hallelujah. Amen. ഇവിടെ നിന്ന് രാജാവിനോട് സംസാരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനുഷ്യനായി തീർന്നു, ദൈവത്തിന്റെ വായായി തീർന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകളായി തീർന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ അഹങ്കാരി, അങ്ങനല്ലേ നാം ചിന്തിക്കുന്നത്? ഏലിയാവേ, നീ പറഞ്ഞിട്ടല്ല. No. That's what happens. Amen. That's what happens. Amen. It's not lack of humility. അത് ഹല്ലേലൂയ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് താഴ്മയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നതാ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവാചകനാണ്.